അച്ഛ, എൻ്റെ കാലുകൾക്ക് ഒട്ടും ജീവനില്ലാത്തതുപോലെ തോന്നുന്നു, എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ എന്നവൾ കരഞ്ഞു പറയാൻ തുടങ്ങി. മകളുടെ ഈ വിചിത്രമായ അവസ്ഥ കണ്ട് പരിഭ്രാന്തനായ ദേവേന്ദ്രൻ പ്രിയങ്കയെ ആദ്യം അപ്പോളോ ആശുപത്രിയിലും പിന്നീട് ഡൽഹിയിലെ പ്രശസ്തമായ BLK മാക്സ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എന്നാൽ അവിടെയാണ് ഡോക്ടർമാരെയും ആ കുടുംബത്തെയും ഒരുപോലെ ആശയക്കുഴപ്പത്തിലാക്കിയ ആ സംഭവം നടക്കുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പ്രിയങ്കയ്ക്ക് ഡോക്ടർമാർ എല്ലാവിധ പരിശോധനകളും നടത്തി. അവളുടെ രക്തം പരിശോധിച്ചു. അൾട്രാസൗണ്ട് സ്കാനിങ്, CT സ്കാൻ, MRI തുടങ്ങിയ ആധുനിക വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ ടെസ്റ്റുകളും അവർ പൂർത്തിയാക്കി. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, അവളുടെ ഹൃദയം, വൃക്ക, കരൾ, മസ്തിഷ്കം എല്ലാം തന്നെ തികച്ചും സാധാരണ നിലയിലായിരുന്നു. മെഡിക്കൽ റിപ്പോർട്ടുകളിൽ ഒരു തരത്തിലുള്ള രോഗവും കണ്ടെത്താൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല. ഒരു രോഗവുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പെൺകുട്ടി മരണവേദന കൊണ്ട് പുളയുന്നത് എന്ന ചോദ്യത്തിന് മുന്നിൽ ഡോക്ടർമാർ നിസ്സഹായരായി. മെഡിക്കൽ റിപ്പോർട്ടുകൾ നോർമൽ ആയിരുന്നെങ്കിലും പുറത്ത് പ്രിയങ്കയുടെ ശരീരം ഓരോ ദിവസവും ഉരുകിത്തീരുകയായിരുന്നു.